മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ സുദീർഘമായ വാർത്താ സമ്മേളനം അല്പസമയം മുൻപാണ് അവസാനിച്ചത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയേണ്ടതുണ്ട് എന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. കഴിഞ്ഞ ദിവസം സഭയിൽ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ കാര്യങ്ങളിൽ അതിൽ വ്യക്തത വരുത്തേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞാണ് മുത്തങ്ങ സംഭവം, ഒപ്പം ശിവഗിരി മഠത്തിലുണ്ടായ സംഭവങ്ങളും അതിനെന്താണ് സംഭവിച്ചത്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു താൻ അത് പറയുന്നു എന്നാണ് മുഖ്യമന്ത്രിയായി പറഞ്ഞത്. പിന്നീട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു എ കെ ആന്റണി. എത്ര ചോദ്യങ്ങൾ മറ്റ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അക്ഷോഭനായി ഈ സജീവമായ രാഷ്ട്രീയ രംഗത്തില്ലാത്ത എ കെ ആന്റണി വളരെ കൃത്യമായി തന്റെ നിലപാട് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു വാർത്താ സമ്മേളനം. ആർ ശ്രീത്ത് ഇപ്പോൾ തത്സമയം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, രണ്ട് കാര്യങ്ങൾ അതിൽ വ്യക്തത വരുത്തുക എന്നതായിരുന്നു ഉദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച വാർത്താ സമ്മേളനം, അതിൽ ഈ കാര്യങ്ങൾ മാത്രം പറയുകയായിരുന്നു എ കെ ആന്റണി. പക്ഷേ മാധ്യമപ്രവർത്തകർ എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അതിലൊന്നും കൃത്യമായി ഒരു മറുപടിയും പറയാതെ ഇത് മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറയുന്നു. തന്റെ ഇത്രയും കാലത്തെ കൃത്യമായ അനുഭവ സമ്പത്ത് അതൊക്കെ തന്നെ നമ്മൾ ഒരിക്കൽ കൂടി കണ്ടു ഈ വാർത്താ സമ്മേളനത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് രാഷ്ട്രീയമായി എങ്ങനെയാണ് ഈ വാർത്താ സമ്മേളനത്തെ വിലയിരുത്തേണ്ടത്? ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലെ വസ്തുത എന്താണ് ശ്രീത്? കേരളത്തിലെ മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും കുന്തമുനിയായി നിൽക്കുന്ന ആളാണ് എ കെ ആന്റണി. അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്നലെ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ നടന്ന ചർച്ചയിൽ രണ്ട് പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു. അതിൽ ആ രണ്ട് കാര്യങ്ങളും എ കെ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്ന പോലീസ് അതിക്രമങ്ങൾ ആയിരുന്നു. ആ പോലീസ് അതിക്രമങ്ങളുടെ കാര്യം മറച്ചു പിടിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന പോലീസ് അതിക്രമങ്ങളെ പ്രതിരോധിക്കാൻ ഭരണപക്ഷം ശ്രമിക്കുന്നു. അതിനെ രാഷ്ട്രീയമായി നേരിടുക തന്നെയാണ് എ കെ ആന്റണി നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ഉദ്ദേശമെന്ന കാര്യം വ്യക്തമാണ്. ഒരു ഘട്ടത്തിലും ഇത്തരത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രചരണങ്ങളെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന ആളാണ് ആന്റണി. അതുകൊണ്ടാണ് ശിവഗിരി സംഭവത്തിലും ഒപ്പം തന്നെ മുത്തങ്ങ വെടിവെപ്പിലും തൻ്റെ ഭരണകാലത്ത് നടന്ന കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കാൻ എ കെ ആന്റണി മുന്നോട്ട് വന്നത്. ഏതാണ്ട് 12 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നത്. ശിവഗിരി സംഭവമാണെങ്കിൽ അദ്ദേഹം 95 മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ശിവഗിരിയിൽ പോലീസ് ഇടപെടൽ വേണ്ടി വന്നു. അന്ന് അവിടെ പലതരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചില PDP-യുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ച ചില ആളുകളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. അത്തരത്തിൽ പ്രക്ഷോഭകരെ നേരിടുന്നതിന് വേണ്ടിയാണ് അവിടെ പോലീസിൻ്റെ ഒരു ഇടപെടൽ വേണ്ടി വന്നത്. അത് പിന്നീട് ഗുരുദേവൻ്റെ സമാധി സ്ഥലത്ത് പരിപാവനമായി കരുതുന്ന ശിവഗിരി കുന്നിൽ പോലീസ് കയറി എന്ന ഗുരുതരമായ ആക്ഷേപത്തിന് ഇടയായി. ഈ വിഷയത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നവരോട് എ കെ ആന്റണി ആവശ്യപ്പെടുന്നത് അന്ന് പിന്നീട് 96-ൽ അധികാരത്തിൽ വന്ന ഇ കെ നായനാർ സർക്കാർ ഈ ശിവഗിരിയിലെ പോലീസ് ഇടപെടലിനെ പറ്റി ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ നയിച്ചത്. ഈ ബാലകൃഷ്ണൻ നായർ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടാൻ ധൈര്യമുണ്ടോ, പുറത്തുവിടാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സർക്കാരിന് നേരെ, ഇടതുപക്ഷത്തിന് നേരെ എ കെ ആന്റണി ഉയർത്തുന്നത്. അപ്പോൾ ഈ പോലീസ് ഇടപെടലിന് നിദാനമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി പൊതുമധ്യത്തിലേക്ക് വരട്ടെ എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ എ കെ ആന്റണി ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നടക്കുന്ന പോലീസ് അതിക്രമങ്ങളെ ശിവഗിരി സംഭവം പറഞ്ഞ് അതിന് മറയിടാനോ ചെറുക്കാനോ ശ്രമിച്ചാൽ അതിന് താൻ വഴങ്ങില്ല എന്ന കൃത്യമായ സന്ദേശമാണ് എ കെ ആന്റണി ഇപ്പോൾ നൽകുന്നത്. മറ്റൊന്ന്, എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന 2001-2004 കാലഘട്ടത്തിലാണ് മുത്തങ്ങ വെടിവെയ്പ്പ് നടന്നത്. അന്ന് അവിടെ ജോഗി എന്ന ആദിവാസി യുവാവ് വെടിയേറ്റ് മരിച്ചു. എന്നാൽ നിരവധി ആദിവാസികളെ കൊന്നു കുഴിച്ചുമൂടി പഞ്ചസാര ഒഴിച്ച് കത്തിച്ചു എന്ന തരത്തിലൊക്കെയുള്ള ആക്ഷേപങ്ങൾ വന്നിരുന്നു. പിറ്റേ ദിവസം പുറത്തിറങ്ങിയ പത്രത്തിൽ നിരവധി ആദിവാസികൾ മരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്ത പത്രങ്ങൾ പോലുമുണ്ട്. എന്നാൽ ഒരാൾ മാത്രമാണ് ഔദ്യോഗിക രേഖകൾ പ്രകാരം മരിച്ചത്. അത് ജോഗി എന്ന ആദിവാസി യുവാവായിരുന്നു. അക്കാര്യത്തിലും തന്റെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയത്. അതായത് താൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇപ്പോഴത്തെ പോലീസ് അതിക്രമങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല എന്ന കൃത്യമായ സന്ദേശവും മറുപടിയുമാണ് എ കെ ആന്റണി ഇപ്പോൾ നൽകുന്നത്. ശ്രീത്ത്, ഈ രണ്ട് കാര്യങ്ങളല്ലാതെ മറ്റൊരു കാര്യം ആവർത്തിച്ച് എ കെ ആന്റണി പറഞ്ഞത്, ഇത് തന്റെ അവസാന വാർത്താ സമ്മേളനമല്ല, ഇനിയുമുണ്ട് പ്രസ് കോൺഫറൻസ്. അതിൽ എടുത്തു പറയുന്നൊരു കാര്യം, ഈ അസംബ്ലി ഇലക്ഷൻ ശേഷം താൻ ചില കാര്യങ്ങൾ നേരിട്ട് വന്ന് പറയണം എന്ന് നേരത്തെ കരുതിയതാണ്. അപ്പോൾ അത് ചില കാര്യങ്ങളുടെ ഒരു സൂചനയാണ്, ഒരു വ്യംഗ്യമായ സൂചനയാണ് എന്ന രീതിയിൽ വായിച്ചെടുക്കേണ്ടതുണ്ടോ ശ്രീത്ത്? ചില അപ്രിയ സത്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ എ കെ ആന്റണി പറയുന്നുണ്ടായിരുന്നു. 2014 ശേഷം കേന്ദ്ര പ്രതിരോധ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ ശേഷം ഏതാണ്ട് പൂർണ്ണമായും വിശ്രമ ജീവിതത്തിലാണ് എ കെ ആന്റണി. അദ്ദേഹം വഴുതക്കാട് അഞ്ചനത്തിൽ വിശ്രമത്തിലാണ്. KPCC ഓഫീസിൽ വരെ പോകും എന്നല്ലാതെ മറ്റ് പൊതുപരിപാടികളിലോ ചടങ്ങുകളിലോ അദ്ദേഹം പങ്കെടുക്കുക തീർത്തും അപൂർവമാണ്. അത്തരത്തിൽ വാർത്താ സമ്മേളനങ്ങളിൽ നിന്നോ പൊതു രാഷ്ട്രീയ സംവാദങ്ങളിൽ നിന്നോ അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എ കെ ആന്റണി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എല്ലാ ഘട്ടത്തിലും പറയുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് കടന്നൊരു വാക്കോ ഒരു മൂളലോ ഒരു അർത്ഥോക്തിയിൽ നിർത്തുന്ന വാക്കോ ഒന്നും അദ്ദേഹത്തിൽ ഉണ്ടാകാറില്ല. അതാണ് എ കെ ആന്റണിയുടെ പ്രതികരണ ശൈലി. ആ ശൈലിയാണ് അദ്ദേഹം ഇന്നും ആവർത്തിച്ചിരിക്കുന്നത്. താൻ എന്ത് കാര്യമാണോ പറയാൻ ഉദ്ദേശിച്ചു വന്നത് അതിൽ നിന്ന് ശ്രദ്ധ മാറുന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും എ കെ ആന്റണിയിൽ നിന്ന് ഒരു ഘട്ടത്തിലും ഉണ്ടാകില്ല. ആ ഒരു ശൈലിക്ക് ഒരിക്കൽ കൂടി അടിവരയിടുന്നതായിരുന്നു ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം.
ശരി, ആർ ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.